ഇന്ന് തങ്ങോട്ട് പതിവിലെ നേരത്തെ കാലത്ത് അങ്ങോട്ട് നീറ്റ് വന്നിട്ട് എന്താണെന്നറിയില്ലേ, നമ്മളെ ലോകകപ്പ് തുടങ്ങുകയാണ്, നമ്മൾ അർജൻറ്റീന കളിയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നേരത്തെ കാലത്ത് എല്ലാവരും കൂടി നീറ്റിട്ടുണ്ട്. ഞാനിത് 10 മിനിറ്റ് മുന്നേ എണീറ്റിട്ടുണ്ട്. കളിക്ക് വല്ലാതെ അങ്ങോട്ട് അറിയില്ലെങ്കിലും ഗോളടിക്കുമ്പോൾ ഞാൻ തലപൊക്കി നോക്കലുണ്ട്. അങ്ങനെയാണുള്ളത്. ഇന്നത്തെ വീട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് തട്ടിമുട്ടിയൊക്കെ തന്നെ സാധാരണ ദിവസം പോലെ പോകുന്നുണ്ട്. ഇന്ന് കളീൻ്റെ ഫസ്റ്റ് ഡേ ആണല്ലേ, അപ്പം ഒരു ഉഷാറുണ്ട്. എല്ലാവർക്കും നീക്കാനും കളി കാണാനും ഇരിക്കാനൊക്കെ ഉഷാറുണ്ട്. അപ്പോൾ എനിക്ക് അതിലേറെ ഒന്ന് ഉഷാറുണ്ട്. എൻ്റെ ചോറ് കൂട്ടാനൊക്കെ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ചോറ് എന്താ വാർത്ത വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്കൊരു കൂട്ടാൻ വേണം. അപ്പം നമ്മളെ കുഞ്ഞാറ്റക്കാണെങ്കിൽ ഇന്ന് നേരത്തെ കാലത്ത് SPC ഉണ്ട് പറഞ്ഞിട്ട് നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട്. നേരം 7 മണിയുള്ളൂ. 7:15 ബസ് വരിക. പിന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കുടിക്കാനുള്ള ജീരകവെള്ളം കൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് കുടിച്ചാൽ മതി, ഒരു സമാധാനം ആകണമല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ രാവിലെ അങ്ങോട്ട് ആവുമ്പോഴാണ് നമുക്ക് സമാധാനമല്ലോ. ഓരോ വീട്ടമ്മമാർക്കും ഈ അടുക്കളയത്തെ പണി ഏകദേശം ഒരുങ്ങുമ്പോഴാണ് വലിയൊരു ശ്വാസം അങ്ങോട്ട് വിടാൻ കഴിയല്ലേ. അപ്പോൾ ചോറും കൂടി ആക്കി കൊടുക്കട്ടെ കേട്ടോ. അതും കൂടി കഴിഞ്ഞേക്ക് വലിയൊരു ശ്വാസം വിടാമല്ലോ. അപ്പോൾ ഇന്ന് സോയാബീൻ പൊരിച്ചതാണ് കേട്ടോ. സോയാബീൻ പൊരിക്കുക, പൊട്ടാറ്റോ പൊരിക്കുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ കുട്ടികളെ ഫേവറേറ്റ് ഉള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ ഇതാണ് പൊരിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിലേ ഒന്ന് ഓടി ചെന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടി എടുക്കുക മറക്കല്ലേ. അപ്പം അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ചോറ് ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇന്നെ വിളിക്കേണ്ട, അടുക്കളയത്തെ പണികളൊക്കെ ഒതുക്കിയിട്ടാണ് പോകുന്നത്. ചായ, കടി, കറി, പിന്നെ ചോറ്, ഉപ്പേരി ഒക്കെ പാടെ ആക്കി വെച്ചിട്ടാണ് ഞാൻ ഇപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏതിനാണെന്നല്ലേ ഞാനൊന്ന് പല്ല് തേക്കട്ടെ കേട്ടോ. ഇതുവരെ പല്ലൊന്നും തേച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പല്ലേക്കാനും ഇതിനൊക്കെ ഇറങ്ങിയാൽ ഇവരിങ്ങനെ വല്ലാത്ത വിളിയാവും. അമ്മ അതെവിടെ, അമ്മ ഇതെവിടെ, അതെവിടെ വെച്ചേ, ഇതെവിടെ വെച്ചേ. അപ്പോൾ ഇവലെ വിചാരം ഞാൻ ഇതൊക്കെ എൻ്റെ അരയെ കൂടെ കെട്ടി തൂക്കി നടക്കുകയാണെന്നാ. അപ്പോൾ കണ്ണിൻ്റെ മുന്നിലുണ്ടെങ്കിലും ഇതൊന്നും ഓൽക്ക് കണ്ണ് കാണൂല, എനിക്ക് മാത്രമേ ഇവിടെ കണ്ണ് കാണുള്ളൂ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട്. നിങ്ങൾക്ക് തോന്നലുണ്ടോ? അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നലുണ്ട് കേട്ടോ. എനിക്ക് മാത്രമേ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ കണ്ണ് കാണുള്ളൂ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞാനൊന്ന് ഏതായാലും ചായ കുടിക്കണമെങ്കിൽ ഒന്ന് പല്ല് തേക്കണം, മുഖമൊക്കെ ഒന്ന് കഴുകണം, മുറ്റടിച്ച് വാരണം. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടിയൊക്കെ പൊട്ടി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെ കറണ്ട് എങ്ങാനും പോകല്ലേ എന്നുള്ളത്. അർജൻറ്റീനയുടെ കളിയല്ലേ, ഫസ്റ്റ് കളിയല്ലേ, എങ്ങനെയാകും എന്താകും എന്നൊന്നും ഒരു പൊടിയാടും ഇല്ലല്ലോ. പിന്നെ മെസ്സിയൊക്കെ കണ്ട് കളിക്കാൻ ഇറങ്ങിയാന്ന് പറയുമ്പോൾ തന്നെ ഊർജ്ജം അങ്ങോട്ട് ചെറുതെന്നല്ല പൊട്ടി പുറപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കളി കാണുന്നുണ്ട്. അച്ഛനും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും കുറേ ക്ലബ്ബിൽ പോയിട്ട്, കണ്ണനൊക്കെ രാവിലെ ക്ലബ്ബിൽ പോയിട്ടുണ്ട്. ക്ലബ്ബിൽ ഇതാ വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ പരിപാടി. അതാകുമ്പോൾ രസമാണല്ലോ. ഇപ്പം പെണ്ണുങ്ങളങ്ങനെ ക്ലബ്ബിലൊന്നും കളി കാണാൻ പോകലില്ല, എല്ലാവരും TV വിയിലൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അമ്മക്ക് അതിൻ്റെ ABCDEFG എന്ന് അറിയില്ലെങ്കിലും ഗോളടിക്കുമ്പോൾ ഞാനും നോക്കി നിൽക്കാറുണ്ട്. രസമാണല്ലോ ഗോളടിക്കുന്നത് കാണാനായിട്ട്. അല്ലെങ്കിൽ എനിക്കൊരു നെഞ്ചത്തിൽ ഒരു ഇടിപ്പുണ്ടായാലുണ്ട് കേട്ടോ. തോറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഇടങ്ങാറുണ്ടായാലുണ്ട്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊരു വികാരമാണല്ലോ. നമ്മൾ പന്തളി എന്ന് പറയുമ്പോൾ, ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതൊരു വിചാരമൊക്കെ തന്നെയാണ്. മെസ്സി പോണ് ഗൈസ്. ചോറൊന്നും എടുത്തിട്ടില്ലേ? അവൾ തെറ്റിപ്പോവുകയാണ് ഗൈസ്. ആരോട് പറയണ്ട, അവൾ തെറ്റിപ്പോവുകയാണ്. സ്കൂൾക്ക് പോകണില്ല, അർജൻറ്റീനൻ്റെ കളിയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. SPC ഉള്ളത് കാരണം അവൾ പോവുകയാണ്, അല്ലെങ്കിൽ അവൾ ക്ലാസ്സിനും പോവില്ല. ഇന്ന് മഴക്കാലം തോന്നുന്നു. ഏതായാലും പോയക്കട്ടെ. അയ്യോ കൊള്ളടിച്ച് മരിക്കും. അടുക്കള എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് അടുക്കള. ഈ തല തൊട്ട് ആ തല വരെ പാത്രം കഴുകാനാണ്. ഒരു പണി ഒരുങ്ങിയിട്ടില്ല. പിന്നെ അടിച്ചു വാരാനുണ്ട്, അങ്ങനത്തെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ തീരുമാനിക്കട്ടെ കേട്ടോ ഞാൻ. ഇതൊക്കെ കണ്ടിട്ട് തന്നെ തലേത്തെ മൂട്ടി അങ്ങോട്ട് നീച്ചിക്കുണ്ട്, അറിയാവോ. സിംഗിലതാ പാത്രം, വീതന നിറച്ച് പാത്രം, ആകെ പാത്രങ്ങളോട് അയ്യര് കളിയാണ്. ഞാനിഞ്ഞ് ജോലി എടുക്കാൻ തുടങ്ങട്ടെ കേട്ടോ. മടി പിടിച്ചാൽ പിന്നെ അടുക്കള ഇങ്ങനെ ആയിരിക്കും. മടി പിടിച്ചിട്ട് കാര്യമല്ല, ഞാൻ എൻ്റെ ജോലി തുടങ്ങട്ടെ. കുളിച്ചിട്ടുമില്ല കേട്ടോ, കുളി കഴിഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് ചോറ് വെച്ചിട്ട് തുടങ്ങാം. ഇവിടെ നോട്ടല്ലേ ക്യാമറ ഒന്ന്, ഇവിടെ ആകുമ്പോൾ എല്ലായിടത്തും കാണാമല്ലോ.
തുടങ്ങട്ടെ ഞാൻ. പണ്ട് അംഗൻവാടിയിൽ കുട്ടികളെ കൊണ്ടുപോയാക്കുമ്പോണ്ടല്ലോ കുട്ടികൾ നമ്മളപ്പം തന്നെ പോയിരുന്നു. അതേപോലെ ക്യാമറ അവിടെ വെച്ചിട്ട് എങ്ങനെയായാലും നിൽക്കണില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ക്യാമറ എൻ്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഇന്നലെ രാത്രിക്കത്തെ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉച്ചക്കുള്ള ചോറും കൂടിയും കണ്ടിട്ടാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീതനയും അടുപ്പൊന്നും നോക്കൊന്നും വേണ്ട, ആകെ അലമ്പായിട്ടാണ് കിടക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ ചോറും കൂട്ടാനും അതും വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കൂടിയാണ് കഴുകിയാൽ പിന്നെ അത് കഴിഞ്ഞു കേട്ടോ, ഒരു സമാധാനമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രങ്ങൾ കഴുകുന്നുണ്ട്, പക്ഷേ എവിടെ നിന്നൊക്കെയോ പാത്രങ്ങൾ ഇന്നെ തെരഞ്ഞ് വരികയെന്നറിയില്ലേ. അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ 2-3 ക്ലാസ്സും പാത്രമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്ന് വിചാരിച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാകണം ഇന്നലെ വൈകുന്നേരം തിരുമ്പി ഉണക്കിയിട്ടതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഉണക്കിയിട്ടില്ല, തിരുമ്പി വെച്ചാട്ടോ. പുഴയിൽ നിന്ന് വന്നാണ്ട് വൈകുന്നേരത്തെ ഇന്നലെ പുഴയിൽ പോയത്. അപ്പോൾ കൊണ്ടൊന്ന് തോരട്ടതാണ്. ഇതുവരെ അകത്തേക്ക് എടുത്തിട്ടില്ല. പിന്നെ ഇത് നമ്മളെ വല കയറ്റിയിട്ടാട്ടോ. അപ്പോൾ ഇത്തിരി പുഴയിൽ വെള്ളം കുറവാണ്. അപ്പം വലൻ്റെ ആവശ്യമില്ല. കുറച്ച് നല്ലപോലെ ഒന്ന് വെള്ളം കൂടുമ്പോഴും കലങ്ങുമ്പോഴാണ് വല ഇട്ടിട്ട് കാര്യമുള്ളൂ, എന്നാലാണ് മീൻ കിട്ടുക. അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പം ഇനി ഇല്ലാതെ. ഇനിയിപ്പോൾ അവിയലേക്ക് അതൊരു തേങ്ങ പൊളിക്കട്ടെ. അങ്ങനെ തേങ്ങ ഇതാക്കുന്നുണ്ട് കേട്ടോ. നമ്മളത് തെങ്ങുമ്പം തന്നെ ചാടിയതാണ്, അതുകൊണ്ടാണ് തന്നെ പെട്ടെന്ന് പൊളിക്കാനും കിട്ടുന്നുണ്ട്. നമുക്ക് കമ്പിപ്പാര വാങ്ങിയിട്ടില്ല കേട്ടോ, കുറേ ആയി ഒന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ആണ്ടിനും സംക്രാന്തിക്കൊക്കെയാണ് നമ്മൾ തേങ്ങ അരച്ച കറി കൂട്ടുള്ളൂ. പിന്നെയും വെക്കൽ ഇവിടെ അവിയൽ മാത്രമാണ് ഞാൻ തേങ്ങ അരച്ച് വെക്കലുള്ളൂ, അല്ലാത്ത കറികളൊന്നും തേങ്ങ അരച്ച് വെക്കലില്ല. അങ്ങനെ മറ്റുള്ള ഇതാക്കണ് കാലുമ മുറിയായി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ഓളും കൂടി ഉണ്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് തുണക്കായിട്ട്. അപ്പോൾ ഓക്കിപ്പോൾ 1-2 സ്ഥലത്ത് ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ വിളി വരണം. നമുക്ക് താങ്ങാവുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് പോലെ റേറ്റും കാര്യങ്ങളൊക്കെ, ഫീസും കാര്യങ്ങളും ഹോസ്റ്റൽ ഫീസാണെങ്കിലും അതൊക്കെ വരുന്നത് നമുക്ക് താങ്ങാൻ അതിൻ്റെ അപ്പുറമാണുള്ളത് കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചേർക്കണമല്ലോ, എവിടെയെങ്കിലുമൊക്കെ ചേർത്താതെ ശരിയാവില്ലല്ലോ. അപ്പോൾ 1-2 സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഫീസൊക്കെ കുറേ ഒരു ലിമിറ്റിനനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ വിദ്യാഭ്യാസ ലോണും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, ഒന്നും തീരുമാനമായിട്ടൊന്നുമില്ല. 1-2 സ്ഥലത്തൊന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ അറിയിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഉള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മൂത്ത ആളാണെങ്കിൽ ഓട്ടി നേഴ്സിങ് കഴിഞ്ഞിട്ട് ഇതാകണം നിൽക്കുക തന്നെയാണ് കേട്ടോ. എവിടെയും ഒന്നും അങ്ങനെ ആയിട്ടൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ പാട്ടിലെ ആശുപത്രിയിലൊക്കെ ഏതെങ്കിലും ഓട്ടി സ്റ്റാഫിൻ്റെ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മളും തന്നെ തിരഞ്ഞു നോക്കി EMC ഇല്ല, MES പെരിന്തൽമണ്ണ, അവിടെയൊക്കെയാണ് ഇപ്പോൾ വേക്കൻസി ഇല്ല, അതവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളിച്ചൊക്കെ വേണം. അപ്പം അങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ പഠിപ്പിക്കാൻ. നമ്മളെങ്ങനെയും കടം കളിയും കാര്യങ്ങളൊക്കെ വാങ്ങി വലിച്ചിട്ടിട്ടൊക്കെ നമ്മൾ പഠിപ്പിക്കൂലേ. പക്ഷെ ഇതൊന്നും ജോലിയായി കിട്ടാൻ ഭയങ്കര മല്ലിക്കെട്ടാണ്. അപ്പം അങ്ങനെയാണില്ലത്. നമുക്ക് ഒരു പഠിപ്പിക്കണം. നമ്മളെ മക്കളൊക്കെ നമ്മളെ പോലെ ആകല്ലേ എന്ന് ആഗ്രഹിക്കുകയാണ് ആൾക്കാരാണ് ഏറെക്കുറെ ആൾക്കാരില്ലേ. നമ്മളെ പോലെ തന്നെ ഏറെക്കുറെ ആൾക്കാർ നമ്മളെ മാർക്ക് ആവല്ലേ നമ്മളെ മക്കൾ, ഒന്നും കൂടി നല്ലതൊരു ജോലി കാര്യങ്ങൾ 10 റുപ്യ കയ്യിൽ വേണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് നമ്മൾ. പക്ഷേ കുട്ടികൾക്ക് അങ്ങനത്തെ ചിന്താഗതിയൊന്നും ഇല്ലല്ലോ. ഓലിപ്പോൾ അടിച്ച് പൊളിച്ച് അങ്ങനെ നടക്കുകയാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പേടിയാണ്, ബേജാറാട്ടോ, പേടിയാണ് മനസ്സിലുള്ളത്. എന്താകും ഭാവി എന്നുള്ളത് നമുക്ക് കേട്ടോ. അപ്പം അങ്ങനെയാണുള്ളത്. നമ്മളൊക്കെ ആ ഒരു കാലത്തല്ലോ വിലക്കണ്ട് കെട്ടിച്ച ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കെട്ടിച്ചാൽ മതി, ആ തലേത്തെ ഭാരണ്ട് ഇറക്കി വെക്കലാണ് അച്ഛനും അമ്മയൊക്കെ കേട്ടോ. അപ്പോൾ ഓലക്കൊണ്ട് അതേ കയ്യുള്ളൂ, അതാണ് സത്യമല്ലേ. ഓലക്കൊണ്ട് വേറെ ഒന്നിനും നമ്മളെ കൂടുതലായിട്ട് പഠിപ്പിക്കാൻ ഒന്നിനും ഇല്ല, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കേട്ടോ അന്നൊക്കെ ഉള്ളത്. പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ കെട്ടിച്ച് വിട്ടാൽ മതി, ആൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിക്കിറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. കുറേ ആൾക്കാർ അങ്ങനെ അനുഭവിച്ച് ഇപ്പോഴും നമ്മളെ മാർക്ക് ഇതാ ഇന്ത്യയൊക്കെ മാർക്ക് പഴയ കുത്തിരക്ക് ഉണ്ടാവൂലേ. അപ്പം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും കാട് കയറിയിട്ടുണ്ടല്ലേ. ഞങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ ഒന്നും സോറി പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ ഇതാ നടന്നു, നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഞാൻ വീഡിയോ ഇതങ്ങനെ പകർത്തിയിട്ടുണ്ട്. അപ്പം മഴ പെയ്യുന്നുണ്ട്, ഇന്നിപ്പോൾ ഫുള്ളും മൊത്തത്തിൽ മഴയാണ്. അപ്പം നമ്മളെ മെസ്സി 3 ഗോൾ അടിച്ച് വിജയിച്ച് ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പരിറങ്ങിയാൽ പിന്നെ നമ്മളെ കളിക്കളം തന്നെ അങ്ങോട്ട് മാറുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അത് ഉഷാറായിട്ടുണ്ട്. ഇതിൻ്റെ കഥ എന്താ ചോദിച്ചാൽ ക്യാമറ അവിടെ വെക്കുമ്പോഴാണ് ലൈറ്റ് കുറച്ച് കൂടുതൽ, അതൊക്കെയാണ് നോക്കുന്നത്. നമ്മളെ ക്യാമറയും അതേപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി ഷോക്കായിട്ടുണ്ട്. ഫോണൊക്കെ ഒന്ന് മാറ്റാനായി തോന്നുന്നുണ്ട്. ഫോണിൻ്റെ ക്യാമറ മാത്രം മാറ്റി തരുമാവോ അല്ലേ, അങ്ങനെ ഉണ്ടോ അതും അറിയില്ല. അതും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ കേട്ടോ. ക്യാമറ മാത്രമായിട്ടൊന്ന് മാറ്റി തരുമാവോ എന്നുള്ളത്.
ഏതായാലും ചോറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് കറി മമ്പയറിൻ്റെ കറിയാണ് കേട്ടോ. മമ്പയർ അങ്ങനെ കറിയൊക്കെ കൂട്ടുമെന്ന് ചിലവർ വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾ കൂട്ടും കേട്ടോ. നമ്മൾ പണ്ട് മുതലേ മമ്പയറും തക്കാളിയും മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഒരു കറി വെച്ച് പിന്നെ ഉലുവല്ല കടുകും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഇട്ടൊന്ന് തൂമിച്ചാണ്ട് കറി വയ്ക്കും കേട്ടോ. പിന്നെ റാഗി ഞാൻ കുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിയലുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഉച്ചക്കത്തെ പണി. അപ്പോൾ രാവിലെ കണ്ട അടുക്കളയല്ല ഇപ്പം നിങ്ങൾ കാണുന്നതില്ലേ. അപ്പം അങ്ങനെയാണ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ നിന്ന് ഇതുമ്പോൾ പണിയെടുത്താൽ പെട്ടെന്ന് തീരും കേട്ടോ. പോരാത്തതിന് ഇപ്പോൾ ഫോണിൽ ഒരു പാട്ടും കൂടി കിട്ടിയ സംഭവം ഉഷാറായി. ആരെയും നോക്കണ്ട, ചറ പറ പണിയാവും പിന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് മടുപ്പും തോന്നൂല കേട്ടോ. പാട്ടൊക്കെ വെച്ചാൽ പിന്നെ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നുമൊന്നുമില്ല. അങ്ങനെ ഒരു ഓളത്തിൽ അങ്ങോട്ട് എടുത്തോളും. അതാണ് എൻ്റെ ഒരു സീക്രട്ട്. അപ്പം ഇപ്പം സമയത്താകണം 1 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പണി, ചെറുതായിട്ടൊന്ന് കുളിക്കണം. അതാണ് ഇനിയുള്ളൊരു പണി. ഇന്ന് ഇതാകണത് തോരനില്ല കേട്ടോ. മഴ തോരൻ തന്നെയല്ല, ചീറ്റിച്ചാറ്റി നിൽക്കുന്നതാണ്. ഇന്ന് ഏതായാലും പുഴയിൽ പോണിട്ടില്ല. സമയം ഒരുപാട് അയക്കണമല്ലോ. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊന്ന് മുങ്ങി വരട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ മുന്നേ ഇന്നലെ ഞാൻ കുറച്ച് തുണി തോരട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണങ്ങി മഴ പെയ്യുമ്പം മഴ നനയും, വെയിലാവുമ്പം ഉണങ്ങും. അങ്ങനെയാണുള്ളത്. ഇനി ഏതായാലും ഇതിനെ ഞാൻ വേഗം അകത്തേക്ക് ഇടട്ടെ. ഇനിയും ഇത് എടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഇതും കൂടി ഒന്ന് അകത്ത് ഉണക്കിയിട്ട് വേണം എനിക്കൊന്ന് മേല് കഴുകാനായിട്ട്. മേല് കഴുകിയല്ലേ നല്ല ഉഷാറായിട്ട് കുളിക്കും വേണം. അപ്പോൾ കരിയേപ്പിൻ്റെ എല്ലാം ഒടിക്കല്ലേ എന്ന് മനസ്സിങ്ങനെ പറഞ്ഞാലും എനിക്ക് കൈ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നേരം ഒന്ന് കുത്തിയതാണ്. 2 ഇല്ലേ വന്നിട്ടുള്ളൂ. അപ്പോഴത്തിന് എൻ്റെ അതങ്ങോട്ട് ഒടിച്ചു. ഞാനങ്ങോട്ട് ഒടിച്ചു ആക്കി കണ്ണും പൂട്ടിയാണ്ട് ഒടിക്കാനാണ് തോന്നി. അത് ഇടുമ്പോൾ ഒരു രസമാണല്ലോ. കരിവേപ്പിൻ്റെ ഇല ഏതായാലും കറിയിൽ നിന്ന് എടുത്തിടാനുള്ള പുറത്ത് കളയാനുള്ളതാണ്. എന്നാലും അത് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ഒരു മഴയത്ത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നമ്മളെ 10 മണി മുല്ലയൊക്കെ 10 മണി ചെടിയാ മുല്ല. ഏതായാലും അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കുറേ കളറുണ്ട് കേട്ടോ. മഞ്ഞുണ്ട്, ചുവപ്പുണ്ട്, പിങ്ക് കളറുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ കുളി തേവാരമൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ ചോറും പ്ലേറ്റ് ഉച്ചക്കത്തെ. പിന്നെ രാത്രി നമ്മൾ ചോറ് അങ്ങനെ തിന്നൂല കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെയാണ് തട്ടിക്കൂട്ടിയാൽ തിന്നുള്ളൂ. ഉച്ചക്കത്തെ തന്നെയുള്ളൂ ഇങ്ങനെ ഒരു ചോറിയിട്ടുണ്ടാകും. ഒരുപാട് ഉപ്പേരിയും ഒരുപാട് കറിയും ഇത്തിരി ചോറും. അങ്ങനെ ഹെൽത്തി കുട്ടനാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മളെന്താകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊള്ളാതെ ആവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോവാം, കെട്ടി മണ്ണൂരിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ കാരണം പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അതൊക്കെ പാടെ വന്നിട്ട് നമ്മൾ ഡിമ്പണക്കിന് ഡൺ ആവും. അതുകൊണ്ട് അത്ര അതിന് മാത്രം കുറച്ച് ചോറ് തിന്നാൽ മതി. നിൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പഠിച്ചെടുക്കുമോ അതറിയില്ല. പഠിത്തത്തിൽ പണ്ടേ നമ്മൾ മോശമാണ്. അങ്ങനെ ചോറീറ്റും കഴിഞ്ഞ് ഇതാക്കണം. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് ഞങ്ങളവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് ആമി വന്നിട്ടുണ്ട്. ആമി ഇതാക്കണേ. ആമീനെ എല്ലാവരും അറിയുണ്ടാവില്ല. നമ്മളെ അയലോക്കത്തെ കുട്ടി തന്നെയാണ്. അപ്പോൾ ഓള് വന്നിട്ടുണ്ട്. അംഗൻവാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓള് വന്നിട്ടുണ്ട്. ഇവള് വന്നാൽ പിന്നെ രസമാണ്. ഓളോട് വർത്താനം പറയാനായിട്ട് രസമാണ്. ഞങ്ങൾ രണ്ടാളൊന്ന് ഇത്തിരി നേരം കിടക്കട്ടെ കേട്ടോ. ഉറങ്ങാനൊന്നുമില്ല, ഇത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞു. ഓള് പാട്ടൊക്കെ പാടിത്തരും വല്ലാതെ. അപ്പോൾ എന്തൊക്കെയോ. അപ്പോൾ ഉണ്ണിമോളും കൂടി ഉണ്ടല്ലോ, ഓള് പോയി കൊണ്ടുവന്നതാണ് കേട്ടോ. പാടിക്കൊടുത്താ അമ്പിളിക്കണ്ണാളെ പഠിക്കാം. ഓളെ വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഷോർട്ട് വീഡിയോ ഇടണമല്ലോ. അപ്പോൾ ഞാനെന്താ ഒരു മാക്സ് സീൽ അടിച്ച് മാക്സ് അടിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിന് ഓള് ഇതാകണ ഒരു മാക്സ് സീലിൻ്റെ കൈ പിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടാളൊന്നും അടിക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് പുഴയിൽ കൂടെയൊക്കെ ഒന്ന് പോയി ചക്ക ഉണ്ടാക്കാൻ പോയതാണ്. ചക്കക്കാലം കഴിയണതിന് മുന്നേ 2-3-4 ചക്കയും കൂടി ഇട്ട് തിന്നണം. അതാണ് ഇപ്പോൾ ഒരു എയിമില്ലത്. അപ്പോൾ ചക്കക്കൂരൊക്കെ സേവാക്കി വെക്കണം. നമുക്ക് മഴക്കാലത്തേക്ക് ഇതൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. മഴയോ കുറവാണ്. മഴക്കാലത്ത് തന്നെ പറഞ്ഞ് മഴയും കുറവായിട്ടുണ്ട്. ഏതായാലും ബൈ.